ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവിൽ ഈ ഒരു ഉല്ലാസയാത്ര എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാറിനകത്ത് ഇരിക്കണം. ഇതൊരു എൻഡ്യൂറൻസ് ടാസ്ക് ആണ്. ഇതിനകത്ത് ആദ്യം തന്നെ ഔട്ട് ആയിരിക്കുന്നത് നെവിനാണ് കേട്ടോ. എല്ലാവരും കുറെ നേരമായിട്ട് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അനീഷിനെയാണ്. ഡോറ് തുറക്കുന്നു, അനീഷിനെ തള്ളി തള്ളി പുറത്തേക്ക് ഇടാനായിട്ട് നോക്കുന്നു. ആര്യൻ ഒരു സൈഡിൽ നിന്ന് തള്ളുന്നു, നൂറ ഒരു സൈഡിൽ നിന്ന് തള്ളുന്നു, ആദില പുറകിൽ നിന്ന് ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുന്നു, അനുമോള് അതിന് കൂട്ടുപിടിക്കുന്നു. പിന്നെ അക്ബർ അവിടുന്ന് ബാക്കിയിരുന്ന് പ്രൊവോക്ക് ചെയ്യുന്നു. അനീഷേട്ടനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുണ്ട് അനീഷേട്ടന്റെ ഒപ്പം, അനീഷേട്ടൻ ആർമിയാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് അക്ബറും സാബുമാനും. അപ്പം ടാർഗറ്റിങ് തന്നെയാണ്. അനീഷിനെ പുറത്താക്കാനെ പുകയ്ക്കാനാണ് കുറെ നേരമായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അനീഷ് പിടിച്ചിരിക്കുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് കളിക്കുക, ഫെയർ ആയിട്ട് കളിക്കുക. അതാണ് അനീഷും പറയുന്നത്. ഫെയർ ആയിട്ട് നിങ്ങൾ കളിക്കുക. ഈ ഒരാളെ പുറത്താക്കാൻ വേണ്ടി കളിക്കാതെ. ഇതൊരു എൻഡ്യൂറൻസ് ടാസ്ക് ആണ്. മടുത്ത് കഴിയുമ്പോൾ, സഫോക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ കുറെ പേര് ഉറപ്പായിട്ടും പുറത്തേക്ക് പോകും. ഇത് സീസൺ 5 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ രീതിയിലാണ് ഇത് കളിക്കേണ്ടത്. പുറത്ത് ചാടിച്ചാലൊന്നും ഒരാളും പോകത്തില്ല. അത് എൻഡ്യൂറൻസ് ടാസ്ക് ആണ്. എൻഡ്യൂർ ചെയ്ത് തന്നെയാണ് അവിടെ ഇരിക്കേണ്ടത്. അപ്പൊ നൂറ നല്ല പോലെ തന്നെ ആര്യന്റെ കൂട്ട് പിടിച്ച് അനീഷിനെ പുറത്ത് ചാടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. തള്ളിയാണ് കേട്ടോ ശ്രമിക്കുന്നത്. അത് ആര്യന് അവിടെ നല്ല സ്പേസ് ഉണ്ട് അപ്പുറത്തെ സൈഡില്. ആര്യന് നല്ലപോലെ അങ്ങോട്ടൊന്ന് നീങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നൂറയ്ക്കും ഇരിക്കാനായിട്ട് ഇടം കിട്ടും. പക്ഷെ നൂറ എന്താണ്, ആര്യനെ അള്ളിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. എന്ത് കാര്യത്തിന് ആര്യനെ അള്ളിപ്പിടിച്ചിരുന്നിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ആദിലേക്ക് കുരു പൊട്ടുന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്, ഇന്നലെ ഒരു ഫൈറ്റ് നടന്നിരുന്നു. ആര്യനെ വെച്ചിട്ട് ഉള്ളൊരു ഫൈറ്റ് ആണ്. അത് നമ്മൾ ഇട്ടിരുന്നില്ല, കാരണം അവരുടെ കുടുംബ പ്രശ്നമാണ്. അന്ന് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഒരു പ്രശ്നം കാരണം ആദിലേക്ക് ആകെ ഫുൾ പോയി കിടക്കുകയാണ്. ആദിലേക്ക് എങ്ങനെയും അനീഷിനെ പുറത്താക്കിയിട്ട് നൂറ അവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തണം. അതാണ് ആദിലയുടെ പ്ലാൻ. അപ്പൊ ഇതിനായിട്ട് അനീഷിനെ അങ്ങ് തള്ളി പുറത്തേക്ക് ആക്കാനായിട്ട് നോക്കുകയാണ്. എന്ത് കാര്യത്തിന്? ആ മനുഷ്യൻ അവിടെ പറയുന്നുണ്ട്, എന്നെ ഒന്ന് ഇരിക്കാൻ സമ്മതിക്കുമോ, നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട്, നിങ്ങൾ സത്യസന്ധമായിട്ട് കളിക്ക് പിള്ളേരെ എന്ന് പറയുന്നുണ്ട്. ഇവര് സത്യസന്ധമായിട്ട് കളിക്കുന്നില്ല. നൂറയ്ക്ക് ഈ ഒരു ടാസ്ക് ജയിക്കാനുള്ള ആ ഒരു വീര്യമായിരിക്കാം ചിലപ്പോ, എനിക്കറിയില്ല. എന്തായാലും ആര്യനുമായിട്ട് അള്ളിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് ആദിലേക്ക് ശരിക്കും പൊട്ടുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി ലൈവ് കണ്ട സമയത്ത്. എന്തായാലും ഇതാണ് സംഭവം. അനീഷ് അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ശരിക്കും എൻഡ്യൂർ ചെയ്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ആ മനുഷ്യന് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സീസൺ 5 നല്ലൊരു മത്സരാർത്ഥി പോയതാണ് ഈ ടാസ്കിന് ശേഷം. പിന്നെ അനീഷ് അങ്ങനെ സ്ത്രീകളെ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു മത്സരാർത്ഥി ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അനീഷ് ഒരിക്കലും നൂറെ തള്ളി പുറത്താക്കാനായിട്ട് ശ്രമിക്കില്ല. അത് അനീഷിന്റെ എത്തിക്സിന്റെ ഭാഗമായിട്ടാണ്. അത് മത്സരവീര്യം കുറഞ്ഞിട്ടൊന്നുമല്ല. പരമാവധി നല്ല രീതിയിൽ മാന്യമായിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് അനീഷിന്റെ ഒരു പ്രത്യേകത. ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കും. എന്തായാലും നെവിനാണ് ഇപ്പൊ ഈ ഒരു ടാസ്കിൽ നിന്നും പുറത്തായിരിക്കുന്നത്. വേറെ ആരെങ്കിലും പുറത്താകാന്ന് പോയി നോക്കട്ടെ. നല്ല ത്രില്ലിംഗ് ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.